ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ഷാൻഷബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റമദാൻ സ്പെഷ്യൽ വ്ളോഗായിട്ടാണ്. ഇത് നമ്മുടെ രണ്ടാമത്തെ വ്ളോഗാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്, അന്ന് എന്തൊക്കെയാണ് ഉണ്ടാക്കിയത്, നോമ്പ് തുറയും അതൊക്കെയാണ് ഈ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഇവിടെ നിന്ന് പത്തിരിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പത്തിരിക്കുള്ള വെള്ളം തിളച്ചതിന് ശേഷം അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. പൊടിയുടെ കണക്കും വെള്ളത്തിൻ്റെ കണക്കും എല്ലാവർക്കും അറിയുന്നുണ്ടാവും, സെയിം ടു സെയിം ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എല്ലാവരുടെ വീട്ടിലും പത്തിരി ഉണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇത് അറിയുന്നതാണ്. അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ വീഡിയോ ഇട്ടിട്ടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുക, അത്രേ ഉള്ളൂ. നന്നായിട്ടൊന്ന് വാട്ടിയതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കാം. പത്തിരിയുടെ പണിയെല്ലാം ഉമ്മയാണ് ചെയ്യുന്നത്, കുഴച്ചെടുക്കുന്നത്. പിന്നെ പരത്തുന്നതും ചുടുന്നതൊക്കെ ഞങ്ങളൊക്കെ ആയിട്ടാണ്. പക്ഷെ ഇന്ന് എല്ലാം ഉമ്മയാണ്. പിന്നെ ചുടുന്നത് അനിയനുമാണ്. പക്ഷെ അവനെ കാണിക്കാനൊന്നും പറ്റിയിട്ടില്ല, അവനക്കതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ കാണിച്ചിട്ടുമില്ല. എനിക്കതൊന്നും താല്പര്യമില്ല. പക്ഷെ ഇപ്പോൾ ലോക്ക്ഡൗൺ കാരണം അവൻ എല്ലാത്തിനും സഹായിക്കുന്നതാണ്. എന്ത് പറഞ്ഞാലും കേൾക്കും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് അവനെക്കൊണ്ട്. ഇനി അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി, നേരത്തിൽ ചെയ്ത് തരും അവന്. അങ്ങനെ മടിയുള്ള കൂട്ടത്തിലൊന്നുമല്ല. ഇപ്പോൾ പത്തിരി പരത്തുന്ന ഡ്യൂട്ടിയിലാണ് ഉമ്മ. ഞാനവിടെ വീഡിയോ എടുക്കുകയും പിന്നെ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതിൽ ചെറുതായിട്ടൊന്ന് കാണിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് ഉണ്ടാക്കുന്നത് ചിക്കൻ കറിയാണ്. ചിക്കൻ കറിയുടെ മസാല പൗഡറിൻ്റെ റെസിപ്പി നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവർക്കും ഇഷ്ടമായെന്ന് കമൻറ്റിലൊക്കെ അറിഞ്ഞു. ഇനിയിപ്പോൾ ആ റെസിപ്പിയാണ് ഇതിലേക്ക് ചെയ്യുന്നത്. ചിക്കൻ കറി ഇതിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തെടുക്കുകയാണ്. പേസ്റ്റാക്കി എടുക്കണമെന്നില്ല. പിന്നെ കുക്കറിലാണ് ചിക്കൻ കറി ചെയ്യുന്നത്, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് സവാളയും കറിവേപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. പിന്നെ നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു തക്കാളിയും 2 ഉരുളൻകിഴങ്ങും ചേർത്തെടുക്കുന്നുണ്ട്. ഇവിടെ ഉരുളൻകിഴങ്ങ് ചേർത്ത് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് വളരെ ഇഷ്ടമാണ് എല്ലാവർക്കും. പിന്നെ ചെറിയ കുട്ടിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവന് ചിക്കൻ അധികം കഴിക്കില്ല, അതുകൊണ്ട് തന്നെ കിഴങ്ങ് കൊടുക്കുകയാണ് ചെയ്യുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതിലേക്ക് മസാല പൗഡർ കൂടി ചേർക്കുന്നുണ്ട്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. പിന്നെ ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ചിക്കൻ മസാല പൗഡറാണ്. നമ്മൾ നേരത്തെ ചെയ്തു വെച്ചതാണ്, വളരെ ടേസ്റ്റിയാണ്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം കൂടി ചേർത്ത് കുക്കറിൽ അടച്ചിട്ട് മതി. പക്ഷേ ഇവിടെ അല്ല, ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 6 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി അതിലേക്കുള്ള അരപ്പൊന്ന് തയ്യാറാക്കാം. ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്തിട്ട് ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കുറച്ചുകൂടി വെള്ളം വേണമെങ്കിൽ തേങ്ങ അരച്ച ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി. പിന്നെ കറിയിൽ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചേർത്ത് കൊടുത്തതാണ്. തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്, കാരണം പത്തിരിയാണ്, നമുക്ക് കുറച്ച് കറിയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായി തിളപ്പിച്ചെടുക്കണം. പിന്നെ ഇതിലേക്ക് വറവ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് നോക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ള ഉപ്പ് നേരെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ സ്നാക്കിൻ്റെ റെസിപ്പിയിലാണ്. റോസ് റോളാണ് ഇന്നത്തെ നോമ്പ് തുറക്ക് സ്പെഷ്യലായി ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ റെസിപ്പി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതാണ് ഞാൻ ഫസ്റ്റ് ടൈം പറഞ്ഞത്.
കുറച്ച് ഭാഗമേ കാണിക്കുന്നുള്ളൂ എന്ന് നേരത്തെ പറഞ്ഞത്. ഫുള്ളായിട്ടുള്ള റെസിപ്പി ഒന്നും കാണിക്കുന്നില്ല. വീഡിയോ കുറച്ച് ലോങ് ആയി പോകും, അതുകൊണ്ടാണ്. നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. ഇതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് നമ്മൾ കുക്ക് ചെയ്തെടുത്താണ്, അതുകൊണ്ട് അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പുറം ഭാഗം ഒന്ന് ക്രിസ്പി ആക്കി എടുക്കുക, അതാണ് നമ്മളിതിൽ ഉദ്ദേശം. പിന്നെ ഇത് മൈദപ്പൊടി കൊണ്ടാണ് ചെയ്യുക, പക്ഷെ ഞാനിവിടെ ചെയ്തെടുക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണ്. ഒന്ന് ഹെൽത്തി ആയിക്കോട്ടെ ഇഷ്ടമാണ് ഞാൻ ചെയ്തെടുത്തത്. പിന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് നന്നായി ക്രിസ്പി ആക്കി എടുക്കാം. വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന ഒരു സ്നാക്കാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും, കാരണം വീട്ടിലുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഇതിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഫോട്ടോയുടെ തിരക്കിലായിരുന്നു. പിന്നെ ഇതിൽ നോമ്പ് തുറക്ക് ഒരു കുറച്ച് ജ്യൂസ് ആവശ്യമുണ്ട്, അതുകൊണ്ട് തണ്ണിമത്തൻ കൊണ്ട് ജ്യൂസാക്കാൻ വിചാരിച്ചു. അതിൽ കുറച്ച് ഐസ് ക്യൂബും പിന്നെ പുതിനയിലയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ജ്യൂസാക്കി എടുക്കുകയാണ്. പിന്നെ അരിച്ചിട്ട് വേറെ പ്ലേറ്റിലേക്ക് ആക്കി എടുക്കുകയാണ്. പിന്നെ ഇവിടെ ചായയുടെ പരിപാടിയിലാണ്. ജ്യൂസിൽ കുറച്ചും കൂടി തണ്ണിമത്തനിലധികം വെള്ളമില്ല, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി മധുരം ചേർത്ത് ഇളക്കിയിട്ട് ഒരു ജഗ്ഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കും, കാരണം നോമ്പ് തുറക്കും ഇനിയും കുറച്ച് ടൈം കൂടി ബാക്കിയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടൈം ആകുമ്പോഴുള്ളൂ ഇനി ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുക. ചായയിലേക്കുള്ള ചായപ്പൊടിയൊക്കെ ഇട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കണം, കുറച്ചും കൂടി പണിയുണ്ട്, അത്ര തന്നെ ഉള്ളൂ. ഇതെല്ലാം റെഡിയായി കഴിഞ്ഞിട്ട് പിന്നെ ടേബിളൊന്ന് റെഡിയാക്കുകയാണ്, അവിടെ എല്ലാം കൊണ്ടുവെക്കുക, അത്രേ ഉള്ളൂ. പിന്നെ നോമ്പ് തുറക്കാനുള്ള ബാങ്കിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്, ഇനി പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. പാൽ തിളച്ച് വരുമ്പോൾ നേരത്തെ ഉണ്ടാക്കി ചായത്തിലേക്ക് വരികയാണ്, വേഗത്തിൽ കൂട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക വേണമെങ്കിൽ ഇടാം, പക്ഷെ ഇവിടെ ഏലക്ക ഇട്ട് ചായ ആർക്കും ഇഷ്ടമല്ല. എനിക്കിഷ്ടമാണ്, ഞാൻ സെപ്പറേറ്റ് ചെയ്യുക. പിന്നെ വേറെ ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഇതിൽ ചേർക്കുന്നില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നോമ്പിനുള്ള ചായ പരിപാടികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ടേബിളൊന്ന് റെഡിയാക്കാൻ വേണ്ടുള്ളൂ. ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, ഇനിയിപ്പോൾ നോമ്പ് തുറക്കുന്ന തിരക്കിലാണ് എല്ലാവരും. ഇതാണ് നമ്മുടെ മെയിൻ സ്പെഷ്യലായിട്ടുള്ള റമദാൻ സ്പെഷ്യലായിട്ടുള്ള സ്നാക്ക്. എല്ലാവർക്കും ഇഷ്ടമാകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നെക്സ്റ്റ് റെസിപ്പി അപ്ലോഡ് ചെയ്യാമെന്ന് പറഞ്ഞ്. പിന്നെ നോമ്പ് തുറ കഴിഞ്ഞ് നിസ്കാരം മോത്തൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നീട് ചായ കുടിക്കുക. എല്ലാവരും അങ്ങനെ തന്നെയാണ്. അതൊന്നും ഇതിൽ ഷെയർ ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല, കാരണം അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്യണമില്ല. പിന്നെ നിസ്കാരം മോത്തൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കുന്ന തിരക്കിലാണ്. ഈ ചെറിയ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് വേണം, സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നിനും പറ്റില്ല. നിങ്ങൾ കണ്ടതിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ഉണ്ടെങ്കിൽ ഭയങ്കര ഒരു ഇൻസ്പയറാണ്. ഈ ഇതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം ഒക്കെ നമുക്ക് കമൻറ്റിൽ നിങ്ങൾക്ക് പറയാവുന്നതാണ്. പിന്നെ ഈ ചിക്കൻ കറി ചിക്കൻ മസാല പൗഡർ കൊണ്ടാണ്, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടമാകും. കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും ടേസ്റ്റിയാണ് നമ്മൾ ഹോം മെയ്ഡായിട്ട് ചിക്കൻ മസാല ഉണ്ടാക്കുമ്പോൾ ഉള്ള ടേസ്റ്റ്. അങ്ങനെ ഇന്നത്തെ ഈ നോമ്പ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്, വളരെ സിമ്പിളാക്കിയിട്ടാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുന്നതിൽ ഞാൻ എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.